ഘാട്ട്സിൽ നമ്മളിപ്പം ഒരുപാട് ഹിൽ റേഞ്ചസുകൾ പറഞ്ഞായിരുന്നു. അതിനെക്കാട്ടിയും ഇനിയും പ്രാധാന്യമുള്ള ഒരുപാട് പ്രദേശങ്ങൾ വെസ്റ്റേൺ ഘാട്ട്സിലുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർഫോൾ ആയിട്ടുള്ള ജോഗ് ഗർസോപ്പ വാട്ടർഫോൾ അത് വെസ്റ്റേൺ ഘാട്ട്സിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബാബ ബുദാൻഗിരി ഹിൽസിൽ നിന്നൊക്കെയാണ് ആ റിവർ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് റിവറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർഫോൾ ആയിട്ടുള്ള ജോഗ് വന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ശരാവതി റിവറാണ്. കർണാടകയിലാണ്, ഷിമോഗ ഡിസ്ട്രിക്ട്സിലാണ് ശരാവതി റിവർ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഷിമോഗ ഡിസ്ട്രിക്ട്സിൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർഫോൾ ആയിട്ടുള്ള ജോഗ് വാട്ടർഫോൾ അല്ലെങ്കിൽ ഗർസോപ്പ വാട്ടർഫോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ശരാവതി റിവറിലാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ വാട്ടർഫോൾ ആയിട്ടുള്ള ആണ് ശിവസമുദ്രം വാട്ടർഫോൾ അല്ലെങ്കിൽ ഹൊഗനക്കൽ വാട്ടർഫോൾ. അത് വന്നിരിക്കുന്ന കർണാടക തമിഴ്നാട് ബോർഡറിലാണ്. അത് ഏത് റിവറാണെങ്കിൽ കാവേരി റിവറിലാണ് ഈ ഹൊഗനക്കൽ വാട്ടർഫോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വന്ന മേജറായിട്ടുള്ള വാട്ടർഫോൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗോവ സ്റ്റേറ്റിലുള്ള ദൂദ് സാഗർ എന്നുള്ളൊരു വാട്ടർഫോൾ ഈ വെസ്റ്റേൺ ഘാട്ട്സിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഗോവ സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ്. അത് മണ്ടോവി റിവറാണ്. ഗോവയിലുള്ള പ്രധാനപ്പെട്ട ഒരു റിവറുണ്ട്, അത് മണ്ടോവി റിവർ. അതിലാണ് ഈ ദൂദ് സാഗർ എന്നുള്ള വാട്ടർഫോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ ഘാട്ട്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് നദികളുടെ മേജറായിട്ടുള്ള സോഴ്സാണ്. നമ്മൾ പറയുകയാണെങ്കിൽ കാവേരി, കൃഷ്ണ, ഗോദാവരി, അങ്ങനെ ഈ നദികളെല്ലാം ഈ പറഞ്ഞ 3 നദികളും തുംഗഭദ്ര നദിയൊക്കെ ഒറിജിനേറ്റ് ചെയ്തിട്ട് ബേ ഓഫ് ബംഗാളിലേക്കാണ്, ഈസ്റ്റിലേക്കാണ് ഒഴുകി പോകുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം 600 ഓഫ് മൈനർ റിവേഴ്സ് ഉണ്ട്. ആ റിവേഴ്സ് എല്ലാം ഈ വെസ്റ്റേൺ ഘാട്ട്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് അറേബ്യൻ സീയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, അങ്ങനെയുള്ള നദികളെല്ലാം ഈ 600 റിവേഴ്സിൽ ഉൾപ്പെടുന്നത്. അത് മൈനർ സ്ട്രീംസ് ആണ്. ഇന്ത്യയിലെ ഈ വെസ്റ്റേൺ ഘാട്ട്സിൻ്റെ വെസ്റ്റിലോട്ട് ഒഴുകുന്ന നദികളെല്ലാം സ്ട്രീമുകളായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം മേജറായിട്ട് ഏകദേശം 250 കിലോമീറ്ററിലധികം ലെങ്ത് ഉള്ള നദികളെ ഇന്ത്യയിലെ മേജർ റിവറായിട്ട് നമ്മൾ കണക്കാക്കുന്നുള്ളൂ. വെസ്റ്റേൺ ഘാട്ട്സിൽ നിരവധി പാസസുകളുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള റേഞ്ച് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ഘട്ടങ്ങൾ ഡിവൈഡ് വരുന്നുണ്ട്. അതിങ്ങനെ 4 മേജറായിട്ടുള്ള 4 പാസസാണ്. അതിൽ നോർത്തിൽ നിന്ന് സൗത്ത് നമുക്ക് നോട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പം സദേൺ റീജിയനിൽ നിന്ന് പാസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ സദേൺ റീജിയനിൽ വന്നിരിക്കുന്ന പാസ്സാണ് ഷെൻകോട്ടൈ പാസ്. നമ്മൾ ചെങ്കോട്ടൈ എന്ന് പറയപ്പെടുന്ന ഷെൻകോട്ടൈ പാസ്സാണ് ഫസ്റ്റ് പാസ് എന്ന് പറയുന്നത്. കണക്ട് ചെയ്തിരിക്കുന്ന സിറ്റീസ് എന്ന് പറയുമ്പോൾ കൊല്ലം, മധുരയാണ്. നാഷണൽ ഹൈവേസൊക്കെ പാസ് ചെയ്ത് പോകുന്ന റീജിയനാണ് ഷെൻകോട്ടൈ, ആര്യങ്കാവ് ഷെൻകോട്ടൈ പാസ് എന്ന് പറയുമ്പോൾ. രണ്ടാമത്തെ പാസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പാലക്കാട് അല്ലേ, നമ്മൾ പാലക്കാട് എന്നൊക്കെ പറയും. യഥാർത്ഥ പേര് പാലക്കാട് എന്നാണ്. ആ പാലക്കാട് പാസ് അത് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ കൊച്ചി, കോയമ്പത്തൂർ അല്ലെങ്കിൽ ചെന്നൈയാണ്. ചെന്നൈ കണക്ട് ചെയ്തിരിക്കുന്ന പാസ്സാണ്. ഇപ്പോൾ നമ്മൾ കൊച്ചി പോർട്ടിനെയൊക്കെ കോയമ്പത്തൂറുള്ള ഇൻഡസ്ട്രീസൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ കൊച്ചി പോർട്ടിനെയാണ്. അപ്പോൾ ഇവിടെ ട്രേഡ് ട്രാൻസ്പോർട്ടൊക്കെ നടക്കുന്ന ഈ റീജിയനിലൂടെയാണ്. രണ്ടാമത്തെ പാസ്സാണ് പാലക്കാട് പാസ്. ഇനി മൂന്നാമത്തെ പാസ്സാണ് ബോൾഘാട്ട്. അത് മഹാരാഷ്ട്രയിലാണ് വന്നിരിക്കുന്നത്. ബോൾഘാട്ട് പാസ് കണക്ട് ചെയ്തിരിക്കുന്നത് മുംബൈ, പൂനെയാണ്. മുംബൈ സിറ്റിയാണ്. മുംബൈ, പൂനെ എന്നുള്ള സിറ്റിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പാസ്സാണ് ബോൾഘാട്ട് പാസ്. പിന്നെ നാലാമത്തെ പാസ്സാണ് താൽഘാട്ട്. നാലാമത്തെ പാസ് താൽഘാട്ട് പാസ് കണക്ട് ചെയ്തിരിക്കുന്നത് മുംബൈനെയും നാസിക്കിനെയാണ്. മുംബൈ, നാസിക് സിറ്റീസിനെ കണക്ട് ചെയ്തിരിക്കുന്ന പാസ്സാണ് താൽഘാട്ട് പാസ്. അപ്പം താൽഘാട്ട് പാസ് കണക്ട്സ് ബിറ്റ്വീൻ മുംബൈ ആൻഡ് നാസിക് സിറ്റീസ്. ഘാട്ട്സിൽ ധാരാളം ട്രീസും ഫോറസ്റ്റും അതോടൊപ്പം തന്നെ അതിൽ വളരുന്ന ഒരുപാട് ട്രീസുകളും വെസ്റ്റേൺ ഘാട്ട്സിൽ വരുന്നുണ്ട്. വെസ്റ്റേൺ ഘാട്ട്സിൽ വരുന്ന ഏറ്റവും കൂടുതൽ
കണ്ടുവരുന്ന വെജിറ്റേഷനാണ് എവർഗ്രീൻ വെജിറ്റേഷൻ. ട്രോപ്പിക്കൽ എവർഗ്രീൻ വെജിറ്റേഷനായിട്ടുള്ള വെറ്റ് എവർഗ്രീൻ, സെമി എവർഗ്രീൻ, അങ്ങനെയുള്ള എവർഗ്രീൻ വെജിറ്റേഷനും പിന്നെ ഡ്രൈ ഡിസീഡിയസ് അതോടൊപ്പം തന്നെ മോയിസ്റ്റ് ഡിസീഡിയസ് വെജിറ്റേഷൻസും വെസ്റ്റേൺ ഗാട്ട്സിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ വെസ്റ്റേൺ റീജിയനിലാണ് നമ്മൾ ഈ എവർഗ്രീൻ ഫോറസ്റ്റിനെ കണ്ടുവരുന്നതും. ഈസ്റ്റേൺ സൈഡിലായിട്ടാണ് ഡിസീഡിയസ് വെജിറ്റേഷൻ. അപ്പോൾ തമിഴ്നാട്, നമ്മൾ കേരളത്തിൻ്റെ നേരെ എതിർവശമൊക്കെ തമിഴ്നാട് സൈഡിലൊക്കെ ഡിസീഡിയസ് വെജിറ്റേഷനാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഈ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ വെസ്റ്റേൺ സൈഡിനെ പറയപ്പെടുന്ന പേരാണ് വിൻഡ് വേഡ് സൈഡ് ഓഫ് വെസ്റ്റേൺ ഗാട്ട്സ് എന്നാണ്. ഇപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ഫലമായിട്ട് ധാരാളം റെയിൻഫോൾ ഈ റീജിയൻ റിസീവ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഏകദേശം 300 സെൻറ്റിമീറ്ററോളം റെയിൻഫോൾ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ വെസ്റ്റേൺ റീജിയനിൽ റിസീവ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റേൺ സൈഡിലാണെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻ അല്ലെങ്കിൽ ലീവേഡ് സൈഡാണ്. ഈ വിൻഡിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നതും വെസ്റ്റേൺ ഗാട്ട്സ് എന്നുള്ള ഈ ഹിൽ റേഞ്ചാണ്.